ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് 28-ാം തീയതിയാണ് കേട്ടോ. അന്ന് എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. കാത്തിരുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അതേ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാനും ഏട്ടനും അമ്മയും കുട്ടികളും എല്ലാം റെഡി ആയിട്ട് ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാനും ഏട്ടനും മക്കളും ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അച്ഛനും മക്കളും നല്ല ചുള്ളൻ ചെക്കന്മാരായിട്ട് നടന്നു വരുന്നുണ്ട്. കൂടെ ഒരു ചുള്ളത്തി കൂടി ഉണ്ട് കേട്ടോ. വേറെ ആരെയല്ല ഗേസ്, ഞാൻ തന്നെയാണ്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്താണ് ഗേസ്, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നത്തെ വേഷം എന്ന് പറയണത്. ഞാൻ കുറേ തപ്പിയിട്ടാട്ടോ ഈ ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു സാരി. ഇതിൻ്റെ കളറും അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ എല്ലാം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വീട്ടിലെത്തി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഇഡ്ഡലിയും വടിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്നാണ് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷം ചെക്കനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെക്കൻ അങ്ങ് ദൂരെ എവിടെയോ പോയിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. അപ്പോൾ കുറേ നേരം ചെക്കന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ചെക്കനെ കാണാനുണ്ടായില്ല. ഒടുവിൽ നമ്മുടെ ചെക്കൻ ദേ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കല്യാണ പയ്യെന്ന് പറയാൻ പറ്റും. എന്നാലും പറയാം, ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ഇതാണ് എൻ്റെ മാമൻ്റെ മോൻ കേട്ടോ. അപ്പോൾ ഇവൻ്റെയാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഞങ്ങളിനി അവിടെ നിന്ന് ഫംഗ്ഷനൊക്കെ പുറപ്പെടുകയാണ്. അതിന് മുന്നേ ഇതേ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാനും ഏട്ടനും മക്കളൊക്കെ കൂടി നിന്നിട്ട് ഫോട്ടോസും എടുത്തു. പിന്നെ എൻ്റെ ഒറ്റയ്ക്ക് കുറേ ഫോട്ടോസ് എൻ്റെ ഏട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുടെ മോളും മോനും ഏട്ടനൊക്കെ ഒരു വണ്ടിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ആ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചടങ്ങുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളയിടുക, മോതിരയിടുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. കസാര മേടിക്കും. ആ ക്യാമറക്കാരൻ മാഞ്ഞാൽ പഞ്ചായത്തിൽ പൈങ്കുളം വില്ലേജിൽ പൈങ്കുളം ദേശത്ത് കിഴക്കേ മാരിയിൽ വീട്ടിൽ ഗംഗാധരൻ്റെയും പാറക്കൽ മുണ്ടനാട്ടു വീട്ടിൽ രുക്മിണിയുടെയും മകൾ സുചിത്രയും തമ്മിലുള്ള വിവാഹ നിശ്ചയം 2024 നവംബർ മാസം 6-ാം തീയതി കൊല്ലവർഷം 1200 ആണ്ട് തുലാമാസം 21-ാം തീയതി ബുധനാഴ്ച കാലത്ത് 10-നും 10:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് സമ്മതിച്ച് വിവാഹ നിശ്ചയ ദിവസമായ ഇന്ന്, അതായത് 2024 ഓഗസ്റ്റ് മാസം 28-ാം തീയതി കൊല്ലവർഷം 1200 ആണ്ട് ഇതേ മാസം 12-ാം തീയതി ഞങ്ങൾ ഈ നിശ്ചയിച്ച പട്ടികയിൽ ഒപ്പുവയ്ക്കുന്നു. ആയതിൻ്റെ താമ്പൂല നിശ്ചയം ഇന്ന ദിവസം പരസ്പരം കൈമാറുന്നു.
ഇനി നല്ല വൈറ്റായി അവിടെ പോയിരുന്നു എല്ലാവർക്കും കൊടുത്തോ എല്ലാവർക്കും കൊടുക്കുമ്പോ നീ ഇടയ്ക്കിടയ്ക്ക് കുറേ സെക്കൻഡ് കഴിച്ചോ ഇത് കഴിഞ്ഞ് രണ്ടാളും അങ്ങനെ നമ്മുടെ എൻഗേജ്മെൻറ്റ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ബ്രദർ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ മൊത്തം മിഠായിയാണ് ഗെയ്സ്. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഗിഫ്റ്റായിട്ട് ഫോണോ അതും കൊടുക്കുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അതും കൊടുത്തു. ഇനിയുള്ള ചടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് എടുക്കലാണ്. അതായത് നമ്മുടെ ബന്ധുക്കളുടെയും എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കലാണ് ഇനി മെയിനായിട്ടുള്ള ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അമ്മയും വലിയമ്മയും മാമിയും എല്ലാവരും പോയിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ചേച്ചിനെ എനിക്ക് മുന്നേ അറിയാം, പഠിക്കുന്ന സമയം മുതലേ എനിക്ക് ചേച്ചീനെ അറിയാം. ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് കേട്ടോ മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെച്ച് കൊടുത്തത് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുല്ലപ്പ് വെക്കാൻ പാടുള്ളൂ, ഞങ്ങൾ വന്നിട്ട് വെക്കുക എന്നുള്ളത്. പക്ഷേ ചേച്ചി തലയിൽ ഓൾറെഡി കുറേ മുല്ലപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊന്ന് വീടിന് പുറത്തിറങ്ങി. അവിടെ പാടമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് നേരം പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ കലാപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. സദ്യ വട്ടങ്ങളൊക്കെ അത്യാവശ്യം നല്ല വട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ നേരെ ഏട്ടനും അച്ചൂട്ടനും പോയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മടിയിൽ നമ്മുടെ കിച്ചൂട്ടനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞൊരു വ്ളോഗാണ് എൻഗേജ്മെൻറ്റ്. കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളിനി കാണുന്നത് ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.